ഈശോ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഈശോ രണ്ട് അത്ഭുതങ്ങൾ ചെയ്തു. ഒന്നാമത്തെ അത്ഭുതമാണ് 6-ാം അധ്യായത്തിലെ ഒന്നാമത്തെ അത്ഭുതമാണ് അപ്പം വർദ്ധിപ്പിക്കുന്നു, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബ്രെഡ്. അതായത് ഒരു കുട്ടിയുടെ കയ്യിലിരുന്ന അപ്പവും മീനും ഈശോ വാങ്ങി. ഈ 5 അപ്പത്തെ എന്ത് ചെയ്തു? ഈശോ 5000 പേർക്കായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു കാണിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാല് എന്റെ ശരീരത്തെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് ഈശോ അവരെ ആദ്യം കാണിച്ചു കൊടുത്തു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഈശോ എന്താ ചെയ്തത്? വെള്ളത്തിന് മീതെ നടന്നു. കുട്ടനാട്ടുകാര് പറയാറുണ്ട്, അവർ വള്ളങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു മരം എടുത്തിട്ട് ഈ വള്ളം വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ ആ മരത്തെ ക്രമപ്പെടുത്തി എടുക്കുകയോ ചെയ്യുന്നത്. അന്നേരം അത് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിട, അല്ലെങ്കിൽ താഴത്തേക്ക് പൊങ്ങി പോകും. ഈശോ വെള്ളത്തിന് മേൽ നടന്നിട്ട് എന്താ പറഞ്ഞത്? ഈശോ പറഞ്ഞു, എന്റെ ശരീരത്തെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാനായിട്ടുള്ള കഴിവ് എനിക്കുണ്ടെന്ന് പറഞ്ഞു. ഈശോ പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ പറഞ്ഞു, സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഈശോ കുർബാന എന്താണെന്ന് 2 അത്ഭുതം കാണിച്ചു കൊടുത്തിട്ടാണ് ഈശോ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അതിനുശേഷം 54-ാം തിരുവചനം പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. ഈ പഠനമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഈ പഠനങ്ങളെല്ലാം അങ്ങോട്ട് തീർന്നു. ഈ പഠനമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ശിഷ്യന്മാരെ കുറെ പേരുണ്ട് അവിടെ ഇരിപ്പുണ്ട്. അവർ പറഞ്ഞു, ഈ വചനം കഠിനമാണ്.